കാലം എത്ര മാറിയാലും ആളുകൾക്ക് ദളിതരോടുള്ള മനോഭാവത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നതിനുള്ള ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പേരൂർക്കടയിൽ നടന്നത്. ഒരാൾ പ്രതിബന്ധം തെളിയുന്നത് കുറ്റം ആരോപിക്കപ്പെടുമ്പോഴല്ല, മറിച്ച് കുറ്റം തെളിയിക്കപ്പെടുമ്പോഴാണ്. ഈ കാര്യം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ഇനി എന്നാണ് അവതരിക്കുന്നത്? പേരൂർക്കടയിൽ ദളിത് യുവതിക്കെതിരെ വ്യാജ കേസെടുക്കുകയും സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത സംഭവത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടി ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരല്പം ആശ്വാസം നൽകുന്നത് തന്നെയാണ്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ASI പ്രസന്നനെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവ ദിവസം സ്റ്റേഷനിലെ GD ചുമതലയുണ്ടായിരുന്നത് പ്രസന്നനായിരുന്നു എന്നതും ബിന്ദുവിനോട് അസഭ്യം പറഞ്ഞു എന്നും ചേർത്തുള്ള കൺട്രോൾമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ മാസം 23-നായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനി ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് ക്രൂരത കാട്ടിയത്. ബിന്ദു ജോലിക്ക് നിന്ന അമ്പലമുക്കിലെ വീട്ടിൽ നിന്ന് 2.5 പവന്റെ മാല മോഷണം പോയതായി വീട്ടുടമ ഓമന ഡാനിയൽ പേരൂർക്കട പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വെള്ളം പോലും നൽകാതെ 20 മണിക്കൂർ ചോദ്യം ചെയ്യുകയായിരുന്നു. ഫോൺ പിടിച്ചു വാങ്ങിയ ശേഷം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് വിവസ്ത്രയാക്കി പരിശോധിപ്പിക്കുകയും ചെയ്തു. SI ഉൾപ്പെടെയുള്ളവർ മാലക്കള്ളി എന്ന് വിളിച്ചും അസഭ്യം പറഞ്ഞ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഇതിനിടെ ബിന്ദു കുടിക്കാൻ വെള്ളം ചോദിച്ചു. ശുചിമുറിയിൽ നിന്നും കോരി കുടിക്കാനായിരുന്നു ASI പ്രസിഡന്റിന്റെ മറുപടി. പുലർച്ചെ 3:30 വരെ ചോദ്യം ചെയ്യൽ തുടർന്നു. കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ മക്കളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം പരാതിക്കാരുടെ വീട്ടിൽ തിരച്ചിലിനായി ബിന്ദുവിനെ കൊണ്ടുപോവുകയുണ്ടായി. എന്നാൽ തൊണ്ടിമുതൽ ലഭിക്കാതെ വന്നതോടെ തിരികെ സ്റ്റേഷനിൽ എത്തിച്ചു. 24-ന് ഉച്ചവരെ കസ്റ്റഡിയിൽ വെച്ചു. ഒടുവിൽ സ്വർണ്ണമാല പരാതിക്കാരി ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. സംഭവത്തിൽ SI പ്രസാദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ASI പ്രസന്നനാണ് തന്നെ മാനസികമായി ഉപദ്രവിച്ചതെന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും ബിന്ദു ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു സസ്പെൻഷൻ കൊണ്ട് മാത്രം വലിയൊരു മാറ്റമൊന്നും ഇത്തരം ക്രൈമുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. പോലീസ് അധികാരം കാണിക്കുന്നത് പലപ്പോഴും മറുത്തൊരു പ്രതികരണം നടത്താൻ കെൽപ്പില്ലാത്ത ആളുകളോടാണ് എന്ന കാര്യം വല്ലാത്ത കഷ്ടം തന്നെയാണ്. നിയമത്തിന് മുൻപിൽ പണവും പറക്കുമെന്നതിനുള്ള വ്യക്തമായ തെളിവ് തന്നെയാണിത്. തൽക്കാലത്തെ ഈ വിവാദമൊന്ന് അടക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഈ നടപടി പോലും. ഇത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾ പഴയതിനേക്കാൾ അപകടകാരിയാകും. കുറഞ്ഞ പക്ഷം ആ ദളിത് യുവതിയുടെ കുടുംബത്തിന് നേരെയെങ്കിലും അയാൾ തന്റെ മുഷ്ക് കാണിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? ജനമൈത്രിയാക്കിയാൽ പോലീസിന് സാധാരണക്കാരോടുള്ള മനോഭാവം മാറുമെന്ന് പറഞ്ഞ മഹാനെ ഇതൊന്നും കാണണം. കുറഞ്ഞ പക്ഷം ആ ദളിത് യുവതിയുടെ കുടുംബത്തിന് നേരെയെങ്കിലും അയാൾ തന്റെ മുഷ്ക് കാണിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? ജനമൈത്രിയാക്കിയാൽ പോലീസിന് സാധാരണക്കാരോടുള്ള മനോഭാവം മാറുമെന്ന് പറഞ്ഞ മഹാന്മാരെല്ലാം ഇതൊന്ന് കാണണം. 2025-ലും ഈ മനോഭാവം ഉയർത്തുന്ന ഇത്ര നിയമപാലകരെ സസ്പെൻഡ് ചെയ്യുകയല്ല, മറിച്ച് ഡിസ്മിസ് ചെയ്യുകയാണ് ചങ്കുറപ്പുള്ള ഭരണാധികാരികൾ ചെയ്യേണ്ടത്.